ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ടൈറ്റാനിക്കിൻ്റെ തകർച്ച. ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക് ഇസ് എ പോയം റിട്ടൺ ബൈ ദ അമേരിക്കൻ പോയറ്റ് ബെഞ്ചമിൻ പെക്കെയ്ത്ത്. അമേരിക്കൻ കവിയായ ബെഞ്ചമിൻ പെക്കെയ്ത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്. ഇൻ ദിസ് പോം ഹി ഡിസ്ക്രൈബ്സ് ദ ഗ്രേറ്റസ്റ്റ് ഷിപ്രക്ക് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ തകർച്ചയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. അതായത് ദ പോം ഈസ് അബൌട്ട് ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് ഈ ഒരു കവിത. ദ ടൈറ്റാനിക് കൊളൈഡഡ് വിത്ത് എൻ ഐസ്ബർഗ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഫസ്റ്റ് വോയേജ് ആൻഡ് സാങ് ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിക്കുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആഴങ്ങളിൽ മുങ്ങുകയും ചെയ്തു. It was the greatest disaster that happened at sea, as around 1,000 people, including the captain and crew, were drowned at sea. കപ്പൽ ക്യാപ്റ്റനും ജോലിക്കാരും ഉൾപ്പെടെ 1000-ഓളം പേർ കടലിൽ മുങ്ങി മരിച്ച, കടലിൽ സംഭവിച്ച വലിയ ഒരു ദുരന്തമാണിത്. The poem describes the beauty of the ship, the collision and final moments of the ship. കപ്പലിൻ്റെ ഭംഗി, അതുപോലെ തന്നെ കപ്പലിൽ കൂട്ടിയിടിച്ച സംഭവം, ദെൻ കപ്പലിൻ്റെ അവസാന നിമിഷങ്ങൾ എന്നിവയാണ് ഈ ഒരു കവിതയിലൂടെ വിവരിക്കുന്നത്. ദെൻ സമ്മറി മനസ്സിലാക്കാം. ടൈറ്റാനിക് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷിപ്പ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കപ്പലായിരുന്നു ടൈറ്റാനിക്. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ഓഷ്യൻ ഗോയിങ് വെസൽസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ആ ഒരു കാലഘട്ടത്തിൽ സമുദ്രത്തിൽ പോകുന്ന എല്ലാ കപ്പലുകളിലും വെച്ച് ഏറ്റവും വലുതായിരുന്നു ടൈറ്റാനിക്. ദ ഷിപ്പ് വാസ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് ബിൽറ്റ് ബൈ മെൻ. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഡംബരമായിട്ടുള്ള ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. There were 2,100 passengers in the ship. കപ്പലിൽ 2100-ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. അതായത് ടൈറ്റാനിക്കിൻ്റെ യാത്രയിൽ 2100-ഓളം യാത്രക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു. ദ ടൈറ്റാനിക് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫസ്റ്റ് വോയേജ് ഫ്രം സതാംപ്ടൺ. അങ്ങനെ ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തന്നെ ആരംഭിച്ചത് സതാംപ്ടണിൽ നിന്നായിരുന്നു. Thousands of people had come to watch the maiden voyage of ടൈറ്റാനിക്. അങ്ങനെ ടൈറ്റാനിക്കിൻ്റെ കന്നി യാത്ര, ആദ്യ യാത്ര തന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഓൾ ദ പാസഞ്ചേഴ്സ് ഓൺ ദ ഷിപ്പ് ഹാഡ് എ ഗ്രേറ്റ് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. ഓൾ ദ പാസഞ്ചേഴ്സ് ഓൺ ദ ഷിപ്പ് ഹാഡ് എ ഗ്രേറ്റ് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. കപ്പലിലെ എല്ലാ യാത്രക്കാർക്കും വലിയ സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു കപ്പലിൽ അവർ വളരെ സുരക്ഷിതരാണ് എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ഇറ്റ് വാസ് ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ജേർണി ഓഫ് ടൈറ്റാനിക്. അങ്ങനെ ആ ഒരു യാത്ര ടൈറ്റാനിക്കിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും യാത്രയായിരുന്നു. ടൈറ്റാനിക് കൊളൈഡഡ് വിത്ത് എൻ ഐസ്ബർഗ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് വോയേജ്. അങ്ങനെ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ടൈറ്റാനിക് ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിച്ചു. ആൻഡ് ഇറ്റ് സാങ് ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ടൈറ്റാനിക് മുങ്ങുകയും ചെയ്തു. ദ ക്യാപ്റ്റൻ സ്മിത്ത് വാസ് എ ബ്രേവ് കമാൻഡർ. ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് ധീരനായ ഒരു കമാൻഡറായിരുന്നു. ഹി ഡിഡ്ന്റ് തിങ്ക് ടു സേവ് ഹിസ് ലൈഫ് ഫോർ വൺ മൊമെൻറ്റ്. ഒരു നിമിഷം പോലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. He stood on the bridge and called the crew of the ship. അങ്ങനെ ആ ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത്, ആ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട സമയത്ത് ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് കപ്പലിലെ ജോലിക്കാരെ വിളിക്കുന്നു. He encouraged others to be brave. അങ്ങനെ അവരോട് അദ്ദേഹം പറയുകയാണ് ധീരന്മാരായിരിക്കാൻ കപ്പലിലെ ജോലിക്കാരോട് കപ്പലിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് ആഹ്വാനം ചെയ്യുകയാണ്. The crew of the ship proved their courage. അങ്ങനെ ആ ഒരു സമയത്ത്, ആ ഒരു അപകട സമയത്ത് കപ്പലിലെ ജോലിക്കാർ അവരുടെ ധൈര്യം തെളിയിക്കുക തന്നെ ചെയ്തു. They tried to save the life of women and children first. അങ്ങനെ ആ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട സമയത്ത് കപ്പലിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനായിരുന്നു അവർ ആദ്യം തന്നെ, കപ്പലിലെ ജോലിക്കാർ ആദ്യം തന്നെ ശ്രമിച്ചത്. The lifeboats were lowered into the sea and women and children were saved. അങ്ങനെ കപ്പലിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുള്ള ലൈഫ് ബോട്ടുകൾ കടലിൽ ഇറങ്ങുകയും സ്ത്രീകളെയും കുട്ടികളെയും അതിലൂടെ രക്ഷപ്പെടുത്താനും അവർക്ക് സാധിച്ചു. The rest of the crew and the passengers were drowned. അങ്ങനെ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന കപ്പൽ ജീവനക്കാരും യാത്രക്കാരും കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. The crew had no hope of saving themselves. അങ്ങനെ ആ ഒരു അപകടം നടന്ന സമയത്ത് ജീവനക്കാർക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. The only hope that remained was the hope of eternity. Eternity, അതായത് അനശ്വരത, അത് മാത്രമായിരുന്നു കപ്പലിലെ ജോലിക്കാരുടെ പ്രതീക്ഷ. അതായത് മരണശേഷമുള്ള ഇറ്റേണലായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ജീവിതമായിരുന്നു പിന്നീട് അവരുടെ പ്രതീക്ഷ. ആൻഡ് ദേ വില്ലിംഗ്ലി അക്സെപ്റ്റഡ് ഡെത്ത്. അങ്ങനെ അവർ സുമനസ്സാലെ ആ ഒരു മരണത്തെ സ്വീകരിച്ചു. ദ ബാൻഡ്സ്മെൻ വെയർ പ്ലേയിങ് ദ സോങ് നിയറർ മൈ ഗോഡ് ടു ദീ വൈൽ സിങ്കിങ് ദ ഷിപ്പ്. അങ്ങനെ ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്ത് കപ്പലിലുണ്ടായിരുന്ന ബാൻഡ്സ്മെൻ, മ്യൂസിഷ്യൻസ് നിയറർ മൈ ഗോഡ് ടു ദീ, ദൈവമേ നിൻ്റെ അടുത്തേക്ക് എന്ന ഗാനം പ്ലേ ചെയ്യുകയായിരുന്നു.
ഇറ്റ് ഷോസ് ഹൗ കറേജിയസ് ദേ വെർ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് എ ഡേഞ്ചർ. ഒരു അപകടത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് പോലും അവർ എത്രത്തോളം ധൈര്യശാലികളായിരുന്നു എന്നതാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ദ ഇൻസിഡൻറ്റ് ഓഫ് ദ ടൈറ്റാനിക് വിൽ ബി റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി ഫോർ എവർ. ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു സംഭവം ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടും. ഇറ്റ് വിൽ ബി റിമെമ്പേർഡ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. 2 കാരണം കൊണ്ടായിരിക്കും ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക. ഫസ്റ്റ്, ഫോർ ദ നോബിൾ ആൻഡ് ട്രൂ കറേജ് ഷോൺ ബൈ ദ ക്രൂ ഓഫ് ദ ടൈറ്റാനിക്. ആ ഒരു അപകടം നടക്കുന്ന സമയത്ത് ടൈറ്റാനിക്കിലെ ക്രൂ, അതായത് ടൈറ്റാനിക്കിലെ ജോലിക്കാർ കാണിച്ച ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലായിരിക്കും ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോക ചരിത്രം ഒന്നാമതായിട്ട് ഓർമ്മിക്കപ്പെടുക. സെക്കൻഡ്, ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാരിടൈം ട്രാജഡി എവർ ഒക്കേർഡ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. രണ്ടാമതായിട്ട് ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സമുദ്ര ദുരന്തമായിരുന്നു ടൈറ്റാനിക്കിൻ്റേത്. ഇതിൻ്റെ പേരിലായിരിക്കും ലോക ചരിത്രത്തിൽ ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് രണ്ടാമതായിട്ട് ഓർമ്മിക്കപ്പെടുക. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.